നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സ്പെയിൻ ലോകകപ്പിൻ്റെ സെമിഫൈനലിലെത്തി. ക്വാർട്ടർ ഫൈനലിൽ 1-2 ഗോളുകൾക്ക് ബെൽജിയത്തെ തോൽപ്പിച്ചാണ് സ്പെയിൻ സെമിഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഇനി സെമിഫൈനലിൽ ഫ്രാൻസുമായാണ് സ്പെയിനിൻ്റെ പോരാട്ടം. എന്തായാലും കളിയിൽ തീർച്ചയായിട്ടും സ്പെയിനിന് തന്നെയായിരുന്നു ആധിപത്യം. സ്പെയിൻ തന്നെയാണ് ആക്രമണങ്ങൾ സംഘടിപ്പിച്ചത്. സ്പെയിനായിരുന്നു പന്ത് കൂടുതൽ നേരം കാലിൽ വെച്ച് കളിച്ചത്. അവർ പൊസഷൻ ഫുട്ബോളാണ് ഈ ടൂർണമെൻറ്റിൽ ഒട്ടാകെ കളിച്ചത്. അത് ഈ കളിയിലും തുടർന്നു. അവർക്ക് വേണ്ടി 30-ാമത്തെ മിനിറ്റിൽ റൂയിസ്, ആദ്യ പകുതിയുടെ 30-ാമത്തെ മിനിറ്റിൽ റൂയിസ് ഗോളടിച്ച് അവർ മുന്നിലെത്തിച്ചു. പക്ഷേ 11 മിനിറ്റിന് ശേഷം 41-ാമത്തെ മിനിറ്റിൽ കെറ്റലാറെ ബെൽജിയത്തെ ഒപ്പം എത്തിച്ചു. അങ്ങനെ ആദ്യ പകുതി 1-1 എന്ന സമനിലയിലാണ് അവസാനിച്ചത്. രണ്ടാം പകുതിയിൽ പന്ത് ഏതാണ്ട് 70% സമയവും സ്പെയിനിൻ്റെ കൈവശമായിരുന്നു. സ്പെയിൻ തന്നെയാണ് ആക്രമണങ്ങൾ സംഘടിപ്പിച്ചത്. പക്ഷേ സ്പെയിനിൻ്റെ ദൗർബല്യം ഫിനിഷിങ്ങിലെ ദൗർബല്യം അവരെ പിറകോട്ടടിച്ചു. അവർക്ക് ലാമിൻ യമാൽ ഉൾപ്പെടെയുള്ള സ്ട്രൈക്കർമാർക്ക് ഗോളടിക്കാൻ കഴിഞ്ഞില്ല. ഒട്ടേറെ അവസരങ്ങൾ കിട്ടി, പക്ഷെ ഗോളടിക്കാൻ കഴിഞ്ഞില്ല. ബെൽജിയം പ്രതിരോധം പിടിച്ചു നിന്നു. യഥാർത്ഥത്തിൽ ബെൽജിയം പ്രതിരോധം നന്നായി പെനാൾട്ടി ബോക്സിനകത്ത് തമ്പടിച്ച് പിടിച്ചു നിന്നു. അതേസമയം സ്പെയിനിൻ്റെ ഗോൾമുഖത്തേക്ക് ഒരു അറ്റാക്ക് വല്ലപ്പോഴും നടത്തിയാലായി എന്ന നിലയിലായി ബെൽജിയം പൂർണ്ണ സമയം പ്രതിരോധത്തിലായിരുന്നു രണ്ടാമത്തെ പകുതിയിൽ. അതിൻ്റെ നിരന്തരമായി പ്രസ് ചെയ്ത് കളിച്ച സ്പെയിൻ അതിൻ്റെ ഫലം ഒടുവിൽ 88-ാമത്തെ മിനിറ്റിൽ കണ്ടെത്തി. 88-ാമത്തെ മിനിറ്റിൽ മെറീനോ വീണ്ടും ഒരിക്കൽ കൂടി പകരക്കാരനായി ഇറങ്ങി. മെറീനോ അവർക്ക് വേണ്ടി രണ്ടാമത്തെ ഗോൾ അടിച്ചു. പിന്നീട് ബെൽജിയത്തിന് തിരിച്ചടിക്കാനുള്ള ഒരു സമയമുണ്ടായിരുന്നില്ല, തിരിച്ചടിക്കാനൊട്ട് കഴിഞ്ഞതുമില്ല. കഴിഞ്ഞ കളികളിലെല്ലാം അവസാന നിമിഷങ്ങളിൽ ഗോളടിച്ച് ശീലിച്ച ബെൽജിയത്തിന് പക്ഷേ ഇത്തവണ ആ പതിവ് ആവർത്തിക്കാനായില്ല. എന്തായാലും ബെൽജിയത്തെ തോൽപ്പിച്ച് സ്പെയിൻ ലോകകപ്പിൻ്റെ സെമിഫൈനലിലെത്തിയിരിക്കുന്നു.